ഇപ്പോൾ ബി.ജെ.പി. നേതാവ് ശ്രീമതി പത്മജ വേണുഗോപാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി പത്മജ വേണുഗോപാൽ, താങ്കൾ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് പോയൊരു ഘട്ടത്തിൽ ഇനിയും ഈ നിലയ്ക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ആ നിലയ്ക്കുള്ള ഒരു അധപതനം ഈ പാർട്ടിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് നടത്തിയ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, അത് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ദേശീയ മാധ്യമമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് MP ബി.ജെ.പിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഞാൻ അന്നേ പറഞ്ഞല്ലോ, കാരണം ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഞാൻ എന്നും പൊതുവെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ പലരുടെയും സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയത് അവർക്ക് ഈ പാർട്ടി മടുത്തു, ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്ക് തീരെ ശരിയല്ല, പഴയ കോൺഗ്രസ് അല്ല എന്ന് എന്റെയൊക്കെ ഒരു അഭിപ്രായം തന്നെയാണല്ലോ. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ലീഡർഷിപ്പും അല്ലെങ്കിൽ അതുമായിട്ട് രീതികളുമായി ചേർന്ന് പോകാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവര് ഈ പറഞ്ഞ മാതിരി ഒന്നിങ്ങനെ ഇപ്പൊ ബി.ജെ.പിക്ക് വർദ്ധിച്ചു വരുന്ന ഒരു ജനപിന്തുണ കേരളത്തിലുണ്ട്. അതും കൂടി നോക്കിയിട്ടായിരിക്കും എല്ലാവരും തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിലേക്ക് ഇത് മാത്രമല്ല, ഇനിയും ആളുകൾ വരാനുണ്ട്. അതിന് ഒരു സമയം നമ്മൾ കൊടുക്കും. അതായത് ഇനിയിപ്പോ കോർപ്പറേഷൻ ഇലക്ഷൻ വരണോ, ഇതൊക്കെ കഴിയുമ്പോൾ അറിയാം ബി.ജെ.പിയുടെ ശക്തി എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരും ഈ പാർട്ടിയിലേക്ക്, അതിന് യാതൊരു സംശയവും ഇല്ല. അല്ല, ആ നിലയ്ക്ക് കേരളത്തിൽ ഒരു ജനപിന്തുണ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതലായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വളരെ കൂടുതലായി അത് കണ്ടുവരുന്നു എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എന്റെ പിതാവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും ഏതിലും എനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പൊ അവരോടൊക്കെ രാഷ്ട്രീയമായിട്ടല്ല, പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെല്ലാം നിരാശരാണ് കോൺഗ്രസ്സുകാർ പലരും. കാരണം ഈ പോക്ക് പോയാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും? പലരും എനിക്ക് തോന്നുന്നു ഇപ്പൊ തൃശ്ശൂര് തന്നെ, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലം തൃശ്ശൂരാണ്. എനിക്കറിയാം അവിടെ പല കോൺഗ്രസ്സുകാരും മാറി നിൽക്കുകയാണ്. ഒരു DCC പ്രസിഡന്റിനെ വെക്കാൻ കോൺഗ്രസിന് കഴിയില്ലെങ്കിൽ അപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി എന്താന്ന് ആലോചിച്ചൂടെ? അതായത് പാലക്കാട് നിന്ന് ശ്രീകണ്ഠനെ കൊണ്ടുണ്ട്. ശ്രീകണ്ഠൻ നല്ലൊരു വ്യക്തിയാണ്, അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ തൃശ്ശൂരിൽ നിന്ന് ഒരു DC ബസ്സിനെ കണ്ടുപിടിക്കാൻ പോലും കോൺഗ്രസിന് പറ്റുന്നില്ല. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ പാർട്ടി ജയിക്കാനാണ്? ആളുകളെല്ലാം ഇപ്പൊ എന്താ പറഞ്ഞ, ഞാൻ കേട്ടു രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും, മറ്റേത് 10 മണി 11 മണി വരെ കോൺഗ്രസ് ഓഫീസുകളിൽ തിരക്കാണ്. ഇത് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അടച്ചുപൂട്ടി പോവാണ് ഓഫീസ്. ആ നിലയ്ക്ക് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന നേതൃത്വം നോക്കൂ, ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി സംസ്ഥാനത്ത് കാര്യമില്ലാത്ത പ്രചാരണങ്ങൾ നിരവധി വിഷയങ്ങളിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന VD സതീശൻ അടക്കമുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി, കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായല്ലോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ങ്ങളിൽ ഒരു മറുപടി പറയാൻ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളോ തയ്യാറാകാത്തൊരു പശ്ചാത്തലവുമുണ്ട് ശ്രീമതി പത്മജ. അല്ല, അതായത് പല നേതാക്കളും പല തട്ടിലാണ്. അവർക്കൊന്നും ഒരുമിച്ചിരുന്നാലേ ഇതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ചിലവര് അങ്ങോട്ടും മുഖം കണ്ട മിണ്ടില്ല. ഇത് കുടുംബ പ്രശ്നമല്ലല്ലോ മിണ്ടാതിരിക്കാൻ, ജനങ്ങളുടെ പ്രശ്നമല്ലേ. അപ്പൊ ഒരുമിച്ചിരുന്ന് തീർക്കാൻ ഇപ്പൊ എത്ര കൊല്ലമായി ഇവിടെ ഓരോ തോൽവികൾ വരുന്നു. ഇപ്പൊ എന്റെ തോൽവിയുടെ കാര്യം തന്നെ ഞാൻ വ്യക്തമായിട്ട് ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും അതിന്റെ മേലൊരു അന്വേഷണം നടത്താൻ പോലും തയ്യാറാവാണ്ട് എന്റെ പരാതി ചവറ്റുകൊട്ടയിലിട്ട ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാരെ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രതീക്ഷിക്കും? ഇനിയും പ്രതീക്ഷിക്കേണ്ട. അതായത് ചില കാര്യങ്ങള് അവര് അവഗണിച്ച് കളയാണ്. അവരുടെ വിചാരം അങ്ങനെ അവഗണിക്കുന്നതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്നാണ്. അല്ല, ആ പ്രശ്നങ്ങൾ കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂരൊക്കെ എനിക്കറിയാം, പലരും മാറി നിൽക്കുകയാണ് ഫീൽഡിൽ നിന്ന്. കാരണം നല്ലോണം പ്രവർത്തന പരിചയമുള്ള കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ചില ആളുകളുടെ കയ്യിലാണ് അവിടെ അധികാരം. ഞാൻ പോലും പുറത്തു പോയത് അങ്ങനെയുള്ള അവരുടെ ഒരു ശക്തി കൊണ്ടാണ് എനിക്ക് വരെ പുറത്തു പോകേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് തൃശ്ശൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് അധികാരത്തിൽ വരുന്നവര് മോഹിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ശരി, നന്ദി ശ്രീമതി പത്മജ വേണുഗോപാൽ, BJP നേതാവ് ഇപ്പോൾ പ്രതികരിച്ചതിന്.